Hi guys, it's me Anil Ramesh and welcome to my channel Mallu Rambler. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് Bajaj Dominar250 Bs6 എഡിഷൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വിഷ്ണു ആണ്. അപ്പോൾ വിഷ്ണുവിനൊരു വലിയ താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം ഇതിൻ്റെ എക്സോ സൗണ്ടാണ്. ഒരു രക്ഷയില്ല, കിട്ടില്ല സൗണ്ടാണ്. എനിക്ക് തോന്നുന്നത് Dominar 400ൻ്റെ എക്സോ സൗണ്ടിനേക്കാളും കിട്ടുന്ന സൗണ്ടാണ് 250ലേക്ക് വന്നപ്പോഴെന്നാണ്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ കൂടിയും നല്ലൊരു റോഡ് പ്രസൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഇത്. നമുക്ക് ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 400ന് യൂസ് ചെയ്തിരുന്ന സെയിം വൈഡ് ആംഗിൾ തന്നെയാണ് 250ലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു 400ൽ റൈഡ് ചെയ്യുന്ന സെയിം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡ് തന്നെയാണ് നമുക്ക് 250ലും കിട്ടുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് 180 കിലോ ആണ് 250യുടെ വെയിറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് യാതൊരു തരത്തിലും ആ ഒരു ഹെവിനെസ് നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. വളരെ ലൈറ്റായിട്ടൊരു വണ്ടി യൂസ് ചെയ്യുന്ന പോലെയാണ്. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡാണ് നമുക്ക് 250ന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിന് 400നെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് 250cc ബൈക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെയിലി യൂസിന് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് 250 എന്നാണ് എനിക്കിപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ത്രോട്ടിൽ റെസ്പോൺസാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. എങ്കിലും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തതിൻ്റെ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ്. ഒരു 50 കിലോമീറ്ററിന് മുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് വണ്ടിയുടെ ഒരു മാക്സിമം പവർ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ തോന്നിയത്. ഇനി നമ്മൾ ബ്രേക്കിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ് ആണ് നമുക്ക് Dominar 250ന്ന് കിട്ടുന്നത്. എങ്കിലും വണ്ടിയുടെ ടയർ സൈസ് കുറച്ച് ചെറുതായതിൻ്റെ ഒരു പ്രോബ്ലം ബ്രേക്കിങ്ങിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഹാൻഡിൽ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അത് അത്ര കാര്യമായ വൈബ്രേഷൻ അല്ല, വളരെ ചെറിയൊരു വൈബ്രേഷനാണ്. പക്ഷേ അത് നമ്മളെ മിററിനെ ഒന്നും ബാധിച്ചിട്ടില്ല. മിററിലേക്ക് ആ വൈബ്രേഷൻ വന്നിട്ടില്ല. പിന്നെ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടി നമ്മൾ തിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ 400ൽ ഉണ്ടായിരുന്ന പ്രോബ്ലം തന്നെയാണത്. ഹാൻഡിലിന് കുറച്ച് ഒടിവ് കുറവാണ്. അതുകൊണ്ട് തിരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നിർത്തി തിരിക്കുന്ന സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സസ്പെൻഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 400ൽ യൂസ് ചെയ്തിരുന്ന അപ്സൈഡ് ഡൗൺ ഫോക്ക് തന്നെയാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ച് സൈസ് കുറഞ്ഞിട്ടുണ്ട്. ബാക്കിലാണെങ്കിലും മോണോഷോക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു 400ൻ്റെ അതേ ഒരു റൈഡിങ് കംഫർട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ സസ്പെൻഷൻ്റെ കാര്യത്തിലും കിട്ടുന്നത്. പിന്നെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 35 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. നമ്മളിതിപ്പോൾ വണ്ടി എടുത്തിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിലും ഒരു 25-നും 30-നും ഇടയിലുള്ളൊരു മൈലേജാണ് നമുക്കിപ്പോൾ വണ്ടിക്ക് കിട്ടുന്നത്. കൃത്യമായിട്ടുള്ളൊരു മൈലേജ് അറിയണമെങ്കിൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നിലവിൽ Dominar 250 2 കളർ വേരിയൻറ്റിലാണ് കിട്ടുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് വേരിയൻറ്റ്, പിന്നെ ഒരു റെഡ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,97,000 രൂപയാണ് ഇപ്പോൾ ഇത് ഓൺ റോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് നോക്കാം. ശരിക്കും ഒരു രക്ഷയുള്ള കിഡിലം വണ്ടിയാണ്. നമ്മുടെ Dominar 400ആയിട്ട് കാഴ്ചയിൽ നമുക്ക് കാര്യമായ ഒരു വ്യത്യാസങ്ങളും ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആകെ നമുക്ക് വരുന്ന ഒരു വ്യത്യാസം ഈ D250 എന്ന് പറയുന്ന Dominarൻ്റെ ഒരു ബ്രാൻഡിങ് ലോഗോ മാത്രമാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു 400ൻ്റെ സെയിം ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ Dominar 400ന് യൂസ് ചെയ്തിരുന്ന സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റ് ആണ്. അതുപോലെ തന്നെ വൈസർ ആണെങ്കിലും സെയിം ആണ്. പിന്നെ വ്യത്യാസം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ടയർ സൈസാണ്. നമുക്ക് 400ന് വന്നിരുന്നത് 110 സൈസായിരുന്നു ടയറിനെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 100 ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് യൂസ് ചെയ്തിരിക്കുന്നത് 400ൻ്റെ സെയിം അപ്സൈഡ് ഡൗൺ ഫോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. 400ൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് 43 mm ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 37 ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. പക്ഷേ കാഴ്ചയിൽ നമുക്ക് അങ്ങനെ കാര്യമായ ഒരു വ്യത്യാസം അവിടെയും ഫീൽ ചെയ്യില്ല. പിന്നെ ഈ ഒരു പ്രൊട്ടക്റ്റർ ഗാർഡ് ഇവിടെ വരുന്നുണ്ട്. അത് നമ്മുടെ ആ ഫോക്കിലേക്ക് ചെളിയോ കാര്യങ്ങളോ ഒന്നും അടിച്ച് കയറാതിരിക്കാൻ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് ബ്രേക്കിംഗ് ആണ്.
300mm ആണ് ഇതിൻ്റെ ഡിസ്ക് സൈസ് വരുന്നത്. ബാക്ക് 230mm ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. ടയർ സൈസ് കുറച്ച് കുറവാണ് എന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ അലോയ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോമിനർ 400 വന്നിരുന്നത് ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഇത് നോർമൽ അലോയ്സ് ആണ് വരുന്നത്. പക്ഷേ ആ ഒരു ഡിസൈൻ അത് തന്നെയാണ്. 400 സെയിം ഡിസൈൻ തന്നെയാണ്, ഡയമണ്ട് കട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 250cc, കൃത്യമായിട്ട് പറഞ്ഞാൽ 248.77 cc ലിക്വിഡ് കൂൾഡ് DOHC ടിൻ സ്പാർക്കാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. നമ്മുടെ 400 കേസിൽ ഇത് ട്രിപ്പിൾ സ്പാർക്ക് ആയിരുന്നു. പക്ഷേ ഇവിടെ 250 വരുമ്പോൾ അത് ടിൻ സ്പാർക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 27 bhp ആണ്. 23.5 ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡ്യൂക്ക് 250 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പവർ കുറവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ബൈക്ക് തന്നെയാണ് ഡോമിനർ 250 എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ ഷോക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 400 യൂസ് ചെയ്തിരുന്നത് സെയിം ഷോക്ക് തന്നെയാണ്, മോണോ ഷോക്ക്, അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും 400 അതേ അത്ര തന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ എക്സോസ്റ്റ് തന്നെയാണ്. 400 സെയിം എക്സോസ്റ്റ് തന്നെയാണ്, സെയിം ലുക്ക് തന്നെയാണ്, ലുക്ക് പോലെ തന്നെയാണ് പെർഫോമൻസും. ഒരു രക്ഷയില്ല, കിഡിലൻ സൗണ്ടാണ്. എനിക്കെന്തുകൊണ്ട് 400-നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സൗണ്ട്. നമ്മളിതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല കിഡിലൻ സൗണ്ടാണ്. സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. പിന്നെ നമ്മളത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും 400 സെയിം തന്നെയാണ് ടെയിലും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഈ ഒരു ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം 400 സെയിം തന്നെയാണ്. പിന്നെ അത് ഈ സൈഡിൽ കാണുന്ന റിഫ്ലക്ടറും നമ്മൾ 400 BS4 ആ ഒരു ലാസ്റ്റ് എഡിഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിഫ്ലക്ടർ എന്ന് പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെ ടയർ സൈസാണ്. അതായത് നമ്മൾ വളരെ ചെറിയൊരു ടയറായിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 130 ആണ്. നമ്മൾ ഡോമിനർ 400 വരുന്നത് 150 ആയിരുന്നു സൈസ്. ഇതിപ്പോൾ സൈസ് കുറച്ച് ചെറുതായിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് 350 ഒക്കെ കാണുന്ന ഒരു ഫീലാണ് നമുക്കിപ്പോൾ. വലിയൊരു വണ്ടിയായിട്ട് ഇത്രയും ചെറിയ ടയർ വെച്ചത് ഒരു വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ഒരു സീറ്റ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള 400 സെയിം സീറ്റ് തന്നെയാണ്. നല്ല വീതിയുള്ള സീറ്റാണ്. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഫ്രണ്ട് സീറ്റ് വരുന്നത്. ബാക്ക് സീറ്റ് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു മോണോഷോക്ക് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫർട്ട് നമുക്ക് ബാക്ക് സീറ്റും തരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ആ മീറ്ററിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്ററാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ BS6 ഒക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ആവാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇതിനകത്തൊരു ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ ഈ ഒരു പോർഷനിലായിട്ട് കുറച്ച് വാർണിംഗ് സിമ്പിൾസ്, വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ABS, സൈഡ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ബജാജിൻ്റെ ഒരു ബ്രാൻഡ് ലോഗോ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് പഴയതുപോലെ തന്നെ 13 ലിറ്ററിൻ്റെ ടാങ്ക് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ സ്വിച്ചസിലും കാര്യങ്ങളിലൊന്നും പഴയതിൽ നിന്നും കാര്യമായ മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡോമിനർ 250യുടെ കാര്യങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡോമിനർ 250യുടെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മളൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് വീഡിയോ കൊണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.